നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സോഷ്യൽ ഫിലോസഫിയെ കുറിച്ചിട്ടാണ്. നമുക്കൊരു സോഷ്യൽ ഫിലോസഫി വേണം. ആളുകളെ ഒരുമിച്ച് നിർത്തണം. സമൂഹത്തിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് രാഷ്ട്രീയ അധികാരത്തിൽ കൈക്കടത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈയാടാൻ സാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ SNDP NSS എന്ന് പറയുന്നവരുടെ ന്യൂനതയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരുമിച്ച് നിന്നു ഒരു സമൂഹമായിട്ട് കുറച്ച് ആളുകളെ ഒന്നിച്ച് നിർത്തി ഒരു സമൂഹമാണെങ്കിലും അവർ ഹിന്ദു മതത്തിനകത്ത് നിന്ന് നിൽക്കുമ്പോൾ ബ്രാഹ്മണർ പറയുന്ന അതിൻ്റെ നേതൃസ്ഥാനം പറയുന്ന നിയമങ്ങൾ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു വിപ്ലവമല്ല, പൂർണ്ണമായിട്ടുള്ളൊരു രാഷ്ട്രീയ ശക്തി അവർക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ഫിലോസഫിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്ത് ഫിലോസഫിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കി നിൽപ്പുണ്ട്. ആൾക്കാർ ചിന്തിക്കുക ഈ സോഷ്യൽ ഫിലോസഫി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ സംശയിച്ചെന്നിരിക്കും. ഇതെന്താണ് ഇത്ര വലിയ വാക്കുകളൊക്കെ നമുക്കത് മനസ്സിലാവണ്ടേ? സോഷ്യൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ ജീവിതത്തെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തത്വശാസ്ത്രം എന്താണോ അതാണ് നമ്മുടെ സാമൂഹിക ഫിലോസഫി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കയ്യിൽ ചരടുണ്ടാകും, മുഖത്ത് കുറിയുണ്ടാകും, നെറ്റിൽ കുറിയുണ്ടാകും, ഇനി ഹിജാബ് ധരിച്ചിട്ടുണ്ടാകാം, തൊപ്പി ധരിച്ചിട്ടുണ്ടാകാം, അതുപോലെ കൊന്ത ധരിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ കുറേ ചിഹ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ്, ഇല്ലെങ്കിൽ അവരുടെ വിശേഷ ദിവസങ്ങൾ, 18 കെട്ട്, ഇല്ലെങ്കിൽ കല്യാണം, ഇല്ലെങ്കിൽ വീട് കാച്ചൽ, ഇല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ഇതെല്ലാം അവരുടെ മതവുമായിട്ട്, ഇപ്പോൾ ഹിന്ദുമതം ഒരു മതമാണെന്നൊക്കെയുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമുക്ക് തൽക്കാലം അവിടെ വെക്കാം. മതനിയമങ്ങൾ, അല്ലെങ്കിൽ മതമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വിളിക്കുന്നത്, അവർ ആരെയാണോ വർഷിപ്പ് ചെയ്യുന്നത് ആ ദൈവങ്ങളെ ആയിരിക്കും അവർ വിളിക്കുന്നത്. അത്തരത്തിലാണ് അവരെ ജീവിതത്തെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു തത്വശാസ്ത്രം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് അതിനെയാണ്. അതാണ് ബേസിക്കലി സോഷ്യൽ ഫിലോസഫി. പക്ഷേ അത് സാർവത്രികമാണോ? അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണോ? എല്ലാ മനുഷ്യരെയും നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റുമോ? എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ തന്നെ, ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇടപെടാനും അതിനെ നേർവഴിക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതാണല്ലോ നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കുറേ നിബന്ധനകൾ അവിടെ ഉണ്ട്. ജാതി നിയമങ്ങൾ അല്ലെങ്കിൽ വിഭജനം അവിടെ എന്തായാലും പാടില്ല. ഭരണഘടന മൂല്യങ്ങൾ, അതായത് സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം, സാഹോദര്യം വേണം. ഈ ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും അത്യാവശ്യം ഈ സമത്വമുണ്ട്, അതുപോലെ സാഹോദര്യം വല്ലാതെ നല്ല രീതിക്കുണ്ട്, നമുക്കത് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഹിന്ദു മതത്തിനകത്ത് അങ്ങനെയല്ല സ്ഥിതി. ഹിന്ദു മതത്തിൻ്റെ ഗ്രന്ഥത്തിനകത്ത് തന്നെ ആൾക്കാർ, ഈ ദൈവം തന്നെ മനുഷ്യരെ വ്യത്യസ്ത വർണ്ണങ്ങളായിട്ട് ഉണ്ടാക്കി സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ യാതൊരു സ്കോപ്പും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. മറ്റുള്ളത് രണ്ട് കുറച്ചുകൂടി ഭേദപ്പെട്ടതാണ്. പക്ഷേ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ശാസ്ത്രീയത, അതിനകത്തുള്ള അന്ധവിശ്വാസങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു സോഷ്യൽ ഫിലോസഫി, പ്രത്യയശാസ്ത്രം, സാമൂഹിക പ്രത്യയശാസ്ത്രം നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മുടെ നിബന്ധന. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും? എങ്ങനെ അത്തരത്തിലൊരു സോഷ്യൽ ഫിലോസഫി നമുക്ക് കണ്ടെത്തും എന്നുള്ളതാണ് ഒരു ചോദ്യം.